ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീതിമാനായ യോഗ്യനായി നടന്ന യോസഫിന് മറിയയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വളരെ വേദനയുളവായി. എന്നാൽ മറ്റാരോടും ഇത് പങ്കുവയ്ക്കാതെ ഗൂഢമായി അവളെ ഉപേക്ഷിക്കുവാൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നുള്ള കാര്യമാണ് നാം വായിച്ചത്. എന്നാൽ അങ്ങനെ അവൻ ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ കൃത്യമായി മനസ്സിലാക്കുന്നവൻ സ്വർഗസ്ഥനായ ദൈവം മാത്രമാണ്. മനുഷ്യനിലുള്ളത് മനുഷ്യൻ്റെ ആത്മാവ് അറിയുന്നു. അത് ശോധന ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുതന്നെയാണ് 7-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്ന നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യും. നമുക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കുവാനോ മറ്റുള്ളവരറിയാതെ പല കാര്യങ്ങളും നിരൂപിക്കുവാനും ഒക്കെ കഴിയും. എന്നാൽ ദൈവത്തെ മറച്ച് ദൈവം അറിയാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം സകലവും അറിയുന്നവനാണ്, സകലത്തെയും ശോധന ചെയ്യുന്നവനാണ്, നമ്മുടെ ചിന്തകളെ തൂക്കി നോക്കുന്നവനാണ്, ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മറച്ച് നമ്മൾ ചെയ്യുവാനൊന്നും കഴിയത്തില്ല എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യർക്ക് മുൻപാകെ പുറമേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനുഷ്യരെ തൃപ്തിപ്പെടുത്തുവാനും മനുഷ്യരുടെ കയ്യടി വാങ്ങുവാനും മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനും കഴിയും. എന്നാൽ അതിൻ്റെ പിൻപിലുള്ള ഓരോ ചിന്തകളും അത് ദൈവത്തിനറിയാം. എന്തുകൊണ്ട് നാം അത് ചെയ്യുന്നു, നാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി അറിയുന്നവനായ ദൈവം, ആ ദൈവം അവൻ മാത്രമല്ല, ദൈവം നീതിമാനായ ദൈവമാണ്. ഇവിടെ ജോസഫിൻ്റെ നീതിയിൽ ജോസഫ് ആ മറിയയ്ക്ക് ലോകാപവാദം വരുത്തരുതെന്ന് വിചാരിച്ച് അവളെ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നു. അത് ലോകപ്രകാരമുള്ള ഒരു ചിന്താഗതി. ഈ ലോകത്തിന് ഞാൻ അവളെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ള മാനുഷികമായ കണക്കുകൂട്ടലുകൾ. എന്നാൽ ദൈവത്തിൻ്റെ നീതി അതിനൊക്കെ അപ്പുറമാണ്. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ നീതിയേക്കാളൊക്കെ അത്യുന്നതമായ നീതിയാണ്. ആ ദൈവത്തിൻ്റെ നീതിയിൽ മറിയയ്ക്ക് ലോകാപവാദം വന്നാലും അതിലൂടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാകും എന്നുള്ളതും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യുവാൻ, തൂക്കി നോക്കുവാൻ, ദൈവം അത് കാണുന്നു എന്നുള്ള വലിയ ചിന്ത നമ്മെ ഭരിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്നുള്ള വചനവും നമുക്ക് ഓർക്കാം. ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിനുപരിയായിട്ട് ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.